ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. 3 ദിവസം തുടർച്ചയായി 3 ദിവസം ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ദേവിയെ വണങ്ങി പ്രാർത്ഥിച്ചാൽ മാഡത്തിന് നഷ്ടമായ ശബ്ദവും ആലാപന ശക്തിയും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ശബ്ദവും ആലാപന ശക്തിയും തിരിച്ചു കിട്ടിയ ഇന്നേക്ക് 4-ാം ദിവസം, അന്ന് പൗർണമിയാ. ആ പൗർണമി രാത്രിയില് മാഡത്തിന് ദേവിയുടെ തിരുനടയിൽ പാടാൻ സാധിക്കും. ആ ഗാനാർച്ചനയുടെ 108-ാം സ്റ്റേജ് പൂർത്തിയാക്കാൻ സാധിക്കും. നന്ദിയുണ്ട്. എത്രയൊക്കെ അറിവുകളുണ്ടായാലും അനുഭവങ്ങളുണ്ടായാലും വിവേകം നഷ്ടമാവുന്ന നിമിഷങ്ങൾ ആർക്കും വന്നു ചേരാം. അങ്ങനെ ഒരു അവിവേകത്തിന്റെ നിമിഷത്തിലാണ് ഞാൻ പൊതുവാൾ അദ്ദേഹത്തിനോട് പരുഷമായി സംസാരിച്ചത്. ദേവി തന്ന ശിക്ഷ, ആ തെറ്റിന്റെ ആഴം എന്നെ ബോധ്യപ്പെടുത്തി. കുട്ടിയാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. ഇപ്പോഴും കുട്ടി ആരെന്ന് പറഞ്ഞില്ല. എന്റെ പേര് സൗവർണിക. അമ്പലനടയിൽ പൂക്കട നടത്തുക. ഓ, സൗവർണികയുടെ പൂക്കടയിലേക്ക് ഞാൻ വരാം. സന്തോഷം. അമ്മേ, ദേവി, ഇനി എന്നെ പരീക്ഷിക്കരുതേ. പൊറുക്കണേ അമ്മേ. അമ്മേ, അറിഞ്ഞ പരിഹാര കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളുണ്ടെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ. നമസ്കാരം. അതെ, വിഷമമുണ്ടായി എന്നുള്ളത് നേരാ. പക്ഷേ ശപിച്ചിട്ടില്ല കേട്ടോ. ദോഷം ഭവിക്കണമെന്ന് വിചാരിച്ചിട്ടുമില്ല. തെറ്റെൻ്റെതാ പൊതുവാൾ മാഷെ. ദേവിയുടെ ഉത്തമ ഭക്തന്റെ കണ്ണ് നിറഞ്ഞാൽ ദേവി പൊറുക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചില്ല. ദേവിക്ക് ഭക്തരോട് കരുതലുള്ളതുപോലെ തന്നെ എല്ലാവരോടും കരുണയുമുണ്ട്. ദേവി കൈവടിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ശബ്ദവും സംഗീതവും എല്ലാം തിരിച്ചു വരും. നന്ദി മാഷെ, നന്ദി. ഒരു നിമിഷം.
കിഷോർ, ആ മാഡം. അമ്മേ മഹാമായേ, കുതിപ്പേനെന്റെ ദർപ്പം ഞാൻ കുന്നോളം പുരുഷർഷഹ എന്നാണ് കവിവാക്യം. എല്ലാ അഹങ്കാരവും വെടിയുന്നു എന്നർത്ഥം. നമ്മളൊക്കെ എല്ലായ്പ്പോഴും ജയിക്കുന്നത് തോൽപ്പിച്ചുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ തോറ്റുകൊണ്ട് ജയിക്കാനാവും. ഇവിടെ ലോകപ്രശസ്ത ഗായിക വസുന്ധരാദേവി ഈ വയസ്സിന് മുന്നിൽ തലകുനിക്കുമ്പോ അത് തോൽവിയല്ല, ജയമാ. ഇന്നിപ്പോ എന്റെ മുന്നിൽ കുനിഞ്ഞ ഈ തലയുണ്ടല്ലോ, ഇതിനി ദൈവിക സന്നിധികളിലല്ലാതെ മറ്റെങ്ങും കുനിയാതിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി മാഷ്, നന്ദി. എല്ലാം ശരിയാവും. ഇന്ന് തന്നെ വസുന്ധരാദേവിയുടെ ശബ്ദം ദേവി മടക്കിത്തരും. ഇന്ന് പൗർണമിയാണ്. കച്ചേരിക്ക് ഒരുങ്ങിക്കൊള്ളൂ. വസുന്ധരാദേവിയുടെ കച്ചേരിക്ക് ഇടയ്ക്കയുടെ അകമ്പടിയുമായി പൊതുവാളും ഉണ്ടാകും. അമ്മേ ദേവി, സമസ്താപരാധങ്ങളും പുറത്ത് എന്നിൽ കരുണയുണ്ടാവണേ.